പ്രിയപ്പെട്ടവരെ, നമ്മളെ സമരസമിതി കൺവീനറാണ് ഈ നിൽക്കുന്നത്. ഇതാ നമ്മളൊന്ന് തട്ടി വിളിച്ച് അഭിപ്രായം ചോദിക്കുക. ഇപ്പോൾ സമയം 2 മണിയായി രാത്രി. നമ്മളൊന്ന് വെറുതെ ചോദിച്ചു നോക്കുക എന്താണ് ഇതിൽ, എന്താണ് ശരിക്കുക. കൺവീനറെ വിളിക്കുക നമുക്ക്. ഹലോ, എന്താണ് ഇങ്ങനെ ഈ ഉറക്കം ഇരിക്കുന്നത്? ഇന്നിപ്പോൾ നമ്മളെ ചലഞ്ചല്ലേ, ചലഞ്ച് നാളെ രാത്രി കംപ്ലീറ്റ് പേക്കാക്കി കഴിയും. പറ്റി പേക്കാക്കിയിട്ട് നമ്മളെല്ലാവർക്കും ബിരിയാണി കൊടുക്കും. അപ്പോൾ ഫ്രഷ് കട്ടുകൾ എന്താക്കും എന്നുള്ളതൊന്ന് പറഞ്ഞിരിക്കും. ഫ്രഷ് കട്ട് നമ്മൾ കത്തിക്കും എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ നാടിനൊരു തീരുമാനമുണ്ട്. ഈ പാതിരാത്രിയിൽ ഒരു ജനത ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് ഈ ഒരു ബിരിയാണി ചലഞ്ചുമായിട്ട് ഇങ്ങനെ കൂടണമെങ്കിൽ ഈ നാടിൻ്റെ ശുദ്ധവായുവും ശുദ്ധജലമൊക്കെ നഷ്ടപ്പെടുത്തിയ ഈ ഫ്രഷ് കട്ട് എന്ന കമ്പനിക്കെതിരെ ഈ ജനത നടത്തുന്ന സമരം, അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്, ഇപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഡോക്ടറെ കൊടുവാൾ ഉപയോഗിച്ച് ഒരു മകളെ അച്ഛൻ ആക്രമിച്ചു. അവിടെ എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയാണ്. ആ മനുഷ്യന് കിട്ടേണ്ട അവകാശം, ആ മനുഷ്യൻ്റെ മകൾക്ക് കിട്ടേണ്ട ആരോഗ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടേണ്ട ഒരു അവകാശം, ചികിത്സ നിഷേധിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഈ ജനത നടത്തുന്ന ഈ സമരം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ നാടിനോട് കാണിക്കുന്ന ക്രൂരതയുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് കട്ടിപ്പാറ പഞ്ചായത്ത്, ഫ്രഷ് കട്ട് കമ്പനി സ്ഥിതി ചെയ്യുന്ന കട്ടിപ്പാറ പഞ്ചായത്ത്. അതിൻ്റെ പുറമെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതിന് ലൈസൻസ് കൊടുത്ത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പിന്നെ ശുചിത്വ മിഷൻ, പിന്നെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവനും ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇതിൽ പ്രതികളാണ്. ഞങ്ങളെ ഈ നാടിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ, ഞങ്ങളെ ശുദ്ധവായുവും ശുദ്ധജലവും നഷ്ടപ്പെടുത്തിയ ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ സർക്കാർ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഈ പ്രതിഷേധം നാളെ ഈ ഡോക്ടർക്ക് കിട്ടിയ ഒരു വെട്ടുപോലെ ഈ ജനങ്ങൾ കൊടുവാളെടുത്ത് ഈ ഉദ്യോഗസ്ഥ മേഖലയ്ക്ക് നേരെ തിരിഞ്ഞാൽ അതിന് യാതൊരുവിധ ഒരു എതിരും പറയാൻ കഴിയില്ല. കാരണം ഈ നാട് അനുഭവിക്കുന്ന നിസ്സഹായത അതാണ്. അപ്പോൾ ഈ നാട്ടുകാരെ മുഴുവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഈ ഉദ്യോഗവർഗങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്രയും കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് സംഘടനകളെല്ലാം സ്വന്തം പരാതികൾ കൊടുത്തിരിക്കും. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് അവരെന്താ ഒട്ടന്മാരാ, കണ്ണ് കാണാത്തോല, അല്ല ചെവി കേൾക്കാത്തോല, എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവർ സപ്പോർട്ട് ചെയ്യാത്തത്? അതിന് കാരണമുണ്ട്. പണം കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കൂല എന്നുള്ള ഡയലോഗില്ലേ, ഒരു പഴഞ്ചൊല്ല്, അത് തന്നെയാണ് ഇവിടെ ഫ്രഷ് കട്ട് കമ്പനി കൊടുക്കുന്ന സാമ്പത്തികവും വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ. അതുകൊണ്ട് ഈ സാധു ജനത്തിന് നീതി കിട്ടണമെങ്കിൽ അത് നമ്മൾ തന്നെ വാങ്ങിയെടുക്കണം. അപ്പോൾ അത് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തിക ചെലവുണ്ട്. ആ സാമ്പത്തികം നമ്മൾ സമ്പാദിക്കുക, ആ സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ നാട് നടത്തിക്കൊടുക്കുന്ന ഈ ബിരിയാണി ചാനൽ. ഇത് പഴയ മക്കളൊരു കഥ ഉണ്ട്, ആരുടെ കയ്യിൽ മത്സ്യമാതൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കഥയിട്ട്. അതേമാതിരി ആ സർക്കാരിനോട് ചോദിക്കുമ്പോൾ സർക്കാർ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യ അല്ല മറ്റൊരിതാണ്, മറ്റൊരാൾ ചോദിക്കുന്നത് പറഞ്ഞു വലുതാണ്. ഈ തമാശകൾ എരിവ് കണ്ട് മുന്നോട്ട് പോകാനാണോ അല്ലെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കാനാണോ ഈ സമരസമിതി തീരുമാനിച്ചത്? സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മുടെ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ജനകീയമായ രീതിയിൽ സമരം ചെയ്യും, പിന്നെ നമ്മളത് പിടിച്ചു വാങ്ങണം. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് പിടിച്ചു വാങ്ങാൻ ഞങ്ങൾ തയ്യാറാകുക. ആ തയ്യാറെടുക്കുന്നതിൻ്റെ തുടക്കമാണ്. അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് കൺവീനർ മുമ്പ് പറഞ്ഞത്. താമരശ്ശേരിയിലെ കേസ് ആ ഒരു രീതിയിലേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ പ്രതികരിക്കാൻ പോകുന്നത്. അവർ അത്രയും സഹികെട്ടിട്ടാണ് ഈ പാതിരാത്രിയിലും ഈ സാധാരണക്കാരായ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് കൈ നീട്ടിയിട്ട് അത് പറയുമ്പോട്ടോ ഒരു കാര്യോടെ താങ്കളോട് പറയാനുണ്ട്, നാടിനോട് കേട്ടോ പറയാനുണ്ട്. ഞങ്ങൾ 10 രൂപ ബക്കറ്റ് പിരിവ് നടത്തി നാണയത്തൊട്ടുകൾ ശേഖരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്.
ഒരു മനുഷ്യൻ്റെ ഒരു ജനതയുടെ ഗതികേടാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങണമെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയോ? ഈ കോടതിയിൽ നമ്മൾ പോയപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്, നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന്. അപ്പോൾ ആ നീതി എങ്ങനെ വാങ്ങിയെടുക്കണം? ഈ ഫ്രഷ് കട്ട് കമ്പനിക്ക് ആടിനെ പട്ടിയാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് വക്കീൽ സംവിധാനങ്ങളുണ്ട്. ഏകദേശം 10ഓളം വക്കീലുമാരുള്ള വക്കീൽ പട തന്നെ ഉണ്ട് ഫ്രഷ് കട്ട് കമ്പനിക്ക്. നമ്മളെടുത്ത് ഇതൊന്നുമില്ല. നമ്മളെടുത്ത് ഈ സാധു ജനവിഭാഗം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തോന്നലാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. ഇത് അവസാനത്തെ പോരാട്ടമാണ്. അപ്പോൾ ഇനി മറ്റൊന്നും പറയാറില്ല, ഇത്ര മാത്രമേ പറയാറുള്ളൂ. എന്താണ് പറയാറുള്ളത്? ബിരിയാണി പേക്കാക്കി കഴിയുന്നതോടുകൂടി വരുന്ന ആളുകളിൽ അതേ രീതിയിൽ ഈ ഫ്രഷ് കട്ട് പ്ലാന്റ് ഇവിടെ നിന്ന് പേക്കാക്കി ഈ നാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും തുടച്ചു നീക്കും. അറ്റം വരെ പൂർണ്ണമാകും. അപ്പൊ ഇനി ഒന്നുമില്ല. ആ ഒരു എന്താ പറയാ, ഒരു പിഞ്ചു കുട്ടീന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വീഴ്ച കൊണ്ട് ഒരു പിഞ്ചു കുട്ടി മരിച്ചപ്പോണ്ടായ ഒരു രക്ഷിതാവിന്റെ പ്രതിഷേധമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതേ മാതിരി തന്നെ എല്ലാ വാതിലും മുട്ടിയിട്ട് തുറക്കുന്നില്ലെങ്കിൽ തുറപ്പിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി തന്നെ പോകുന്നതാണ് സമരസമിതി മുഴുവൻ പറഞ്ഞത്. ഏതായാലും കരുതലോടെ കരുതുന്നോളി, ഞങ്ങൾ വെറുതെ നിൽക്കാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തയ്യാറല്ല.